കർത്താവേ, സ്ഥാപനത്തെ അനുഗ്രഹിക്കണമേ. ഉപദ്രവങ്ങൾ ഇതിലേക്ക് അടുക്കുന്നതിന് സംഗതിയാകരുതേ. രാത്രിയിലും പകലിലും സന്ധ്യയിലും പ്രഭാതത്തിലും അവിടുന്ന് ഇതിനോടുകൂടി ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്കുള്ളവയെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ശാന്തിയും സമാധാനവും സന്തോഷവും ഈ സ്ഥാപനത്തിൽ എപ്പോഴും വാഴുമാറാകണമേ. ദൈവാശ്രയത്തിലും ദൈവസാന്നിധ്യബോധത്തിലും എല്ലായ്പ്പോഴും ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. സ്വർഗ സൗഭാഗ്യത്തിന് നിഴൽ ഈ ഭവനത്തിൽ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കണമേ. അങ്ങയുടെ പ്രിയ മക്കളെ ലജ്ജിക്കാത്ത സത്യസാക്ഷികളായി ഞങ്ങളെല്ലാവരെയും മന്ദിവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവിനേക്കും ഞങ്ങൾക്കുള്ള ദൈവമാണല്ലോവേ. ഈ സ്ഥാപനത്തിൽ നിന്നും ഞങ്ങളെല്ലാവരുടെ ഭവനങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും പ്രദാനം ചെയ്യണമേ. മോറും വാലോ ോമറിയോനവിശാറിമേ സഹാലേ ലോയ ആലോമോ സമരേസ്ലോയവഹാഷികൾ നാണിക്കുമ്പോൾ പണിയിൽ ഹാലേ ലോയായോ ഹാലേ ലോയാനാഥാനിൻ പാതകൾ എന്നെ കാട്ടിടുക. ബാരക്കുമോ നരവത്സലനേ ജലനിധിയും നിധിയോനായി വീണ്ടവനെ ദുരിതമഹാജലനിധിയല്ലേ അടിയായി എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും വീഴ്ചയും മനശ്വരമായിരിക്കുന്നു നല്ല മഹത്വവും ഇടപെടാതെ സന്നിധാനത്തിൽ സമർപ്പിക്കുവാൻ എൻ്റെ കർത്താവേ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. ബാർഗുമോർ പാപികൾക്കായി തുറന്നിട്ടിരിക്കുന്ന കരുണയുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ചതായ രക്ഷയുടെ തുറമുഖവും അശുദ്ധരെ വെടുപ്പാക്കുന്ന സ്വഭായും മലിനരെ വെണ്മയാക്കുന്ന തളുപ്പുമായ കർത്താവിന് സ്തുതിയും. തനിക്ക് ഈ സ്ഥാപന ശുദ്ധീകരണത്തിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും യാചനകൾക്ക് ഉത്തരവരുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ആദ്യ കടിഞ്ഞൂലായ ഹാബേലിന്റെ കാഴ്ച അംഗീകരിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ ധൂപത്തെയും കൈക്കൊള്ളുമാറാകണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷ മൂലം നിന്നെ പ്രീതിപ്പെടുത്തതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയും നിനക്ക് പ്രീതികരമായി ഭവിക്കണമേ. നീതിമാനായ നോഹിന്റെ ബലി നീ സംതൃപ്തനായി തീർന്ന പ്രകാരം ഞങ്ങളുടെ അധരഫലത്തിൽ നീ പ്രീതിപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പിതാവും നിന്റെ സ്നേഹിതനുമായ അബ്രാഹാമിന്റെ വിശ്വാസം നിനക്ക് ആനന്ദകരമായി തീർന്നതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിന്നെ ആനന്ദിപ്പിക്കുമാറാകണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ ദുഷ്ടൻ ലജ്ജിതനായതുപോലെ ഈ സ്ഥാപനത്തിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിച്ചു പോകുവാൻ ഇടയാകണമേ. ശ്രേഷ്ഠ ആചാര്യനായ അഹ്റോന്റെ ധൂപമുഖാന്തരം ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കോപവടികളും ഞങ്ങളിൽ നിന്ന് നിരോധിക്കുമാറാകണമേ. ആചാര്യനായ സ്കറിയായിക്കും തന്റെ ശുശ്രൂഷയിൽ നിന്റെ മുന്നോടിയായ യോഹന്നാനെ കുറിച്ചുള്ള അറിയിപ്പുണ്ടായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ മൂലം ജീവന്റെയും രക്ഷയുടെയും അറിയിപ്പ്
ഞങ്ങൾക്കും ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, ചുങ്കക്കാരനായ സക്കായോടെന്ന പോലെ തിരുവചനം മൂലം ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങളെ ക്ഷമിക്കുമാറാകണമേ. ഭാഗ്യവാന്മാരായ സ്ലീഹന്മാരിൽ തലവനായ ശമവുവിന്റെ പ്രാർത്ഥന അംഗീകരിക്കപ്പെട്ടതുപോലെ മഹാപാപികളായ ഞങ്ങളുടെ അപേക്ഷയും കേൾക്കുമാറാകണമേ. ആ പാപിനിയുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ മഹാപാപങ്ങളെയും ക്ഷമിക്കുമാറാകണമേ. ദൈവം തമ്പുരാനെ, ആ സ്ത്രീ അവളുടെ വിഷമതരമായ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചതുപോലെ അനാദിന്തമായ നിന്റെ കരുണം ഞങ്ങളിലും പ്രത്യക്ഷപ്പെടുമാറാകണമേ. കനാനായക്കാരിയുടെ മകളിൽ നിന്ന് ദുഷ്ടനെ ഓടിച്ചു കളഞ്ഞതുപോലെ ശത്രുവിന്റെ ശക്തിയെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുമാറാകണമേ. സുന്ദര പുരുഷനായ ദാനിയേലിനെ പോലെ തിരുസന്നിധിയിൽ ഞങ്ങൾക്കും വിജയം നൽകുമാറാകണമേ. ജ്വലിക്കുന്ന തീച്ചൂളയിൽ വച്ച ഹാനിനിയ ആദിയായവരുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെട്ട പ്രകാരം പൈശാചിക ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്നും അഴിച്ചു കളയുമാറാകണമേ. നിന്റെ ആചാര്യന്മാർക്കും ശമ്മാസന്മാർക്കും തിരുവിഷ്ടം നിർവഹിച്ചു ആചരിക്കുവാൻ തക്കവണ്ണം കൃപ നൽകുമാറാകണമേ. സ്വർഗീയമായ നിന്റെ ശ്രീവണ്ണാരത്തിങ്കൽ അവർ വിശ്വസ്തരായി ഭവിക്കണമേ. തിരുവചന പ്രകാരം ഭക്തിയോടുകൂടെയും നിന്റെ ഇടവിലാടുകൾ അവർ മേയ്ക്കുമാറാകണമേ. നിന്റെ വിശുദ്ധ മാർഗങ്ങളിൽ കൂടി അവർ സഞ്ചരിക്കുകയും ജീവദായകങ്ങളായ നിന്റെ കർത്തൃകൽപ്പനയെ ആചരിക്കുകയും ചെയ്യുമാറാകണമേ. ഇപ്പോൾ ഈ സ്ഥാപനത്തിനും ഇതിലെ നിവാസികൾക്കും വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ സ്ഥാപനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിലെ നിവാസികൾ കുറ്റമില്ലാത്തവരായി തീർന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പുൽമാലികളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകളാൽ തൃപ്തരാക്കുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളിൽ കരുണ ചെയ്യുന്നവനും അനുതാപികളിൽ പ്രീതിപ്പെടുന്നതുമായ ദൈവമായ കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളിൽ കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. തിരുവുള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾക്കും വിശ്വാസികളായ ഞങ്ങളുടെ വരേതർക്കും പാപമോചനം നൽകുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിസൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബകൂലസുവാലോൽമീൻ ബാർഗുമോ Analoghanukhabem Osayadhabe Shukonodohe Padraigonol Malolum Olme Amen. Amberdayonin Wadil Motorno Dasernadam Avasya Talyazikum Adiyare Talliralle Barakumo നല്ല
Son Ekhoson, Sus Nishmanis Marsod Melehayo Sodaloho, Bevangelion Gadishod Moranishom Shiho, Mesekre Alea. Shalan Marialoho, Amroho, Evangelion Gadishod Moranishom Shiho. Barzakhan isom Lucas Musavrono, then Sabar Hayo Furgono Lolmo. Regreso a Tinise, Tissimon Solo Hesahel Furgonan, Alculan Lolmi. No Hogil, Dam Zabrano set Moran Walohan, Forogodilan Ishum Shivo. Men Sodhayalo Vesvasa, Umim Sulto Kavisto Maria, Holendin, Hoganu Hova, Shembran Ruhul Godi Karnavumor, Hanuan Junkakarnu, Saka in the Ruin, Yeshumbrana Hanuana Takricho. അവനോട് മുമ്പിൽ കടന്നൊരു കാട്ടുതീത്തമേൽ കയറി യശുംബ്രാൻ ആ സ്ഥലത്തെത്തിയപ്പോൾ അവനെ കൊണ്ട് അവനോട് മകനെ നീ വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്നോടുകൂടെ പാർക്കേണ്ടിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. സഖായി വേഗം ഇറങ്ങിച്ചെന്ന് യശുംബ്രാനെ സ്വീകരിച്ചു. അത് കണ്ടു നിന്നവർ എല്ലാവരും നിരസപ്പെട്ട് ഇവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് പാർക്കുന്നുവല്ലോ എന്ന് പറഞ്ഞവർ ഓർത്തു. സഖായിൽ നിന്നുള്ള യേശുബ്രാനോട്, എൻ്റെ കർത്താവേ, എനിക്കുള്ളതിൽ നിന്ന് ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ ആരിൽ നിന്നെങ്കിലും അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. കർത്താവ് കൽപ്പിച്ചല്ലി ചെയ്തു. ഇവനും അബ്രഹാമിൻ്റെ പുത്രനാവുണ്ടെന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്തെന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിക്കുവാനും രക്ഷിക്കുവാനുമായിട്ടാവുന്നു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. Oshayno Vashlomul Kulkun Moriyo Rahin Milayno Agalan Morandar Vakarabo Amalera Hamishmabo Osanva Vedarahame Al-Nafsho Sangudam Veetil Pratippadila Ludayonishtam Shabda Talalladu Bhagyam Dhamishtan Masomin Mosha Prarthana Moolam Bhagicha കൂട്ടം നീങ്ങിടോ ഭരമോ മുങ്ങിപ്പോയിതാവേ നിൻ പ്രാർത്ഥന കേട്ടീശൻ ആർദ്രത തോന്നി പാപം മോചിച്ചേകി വീണ്ടും പ്രവചന ശക്തി ചോട് പ്രാർത്ഥിച്ചപ്പോൾ തീക്കും ദൈവം സംരക്ഷിച്ചു നിയ അന്യായത്തിൻ പീഠം നരകം മോന്നും തീടും നിൻ കർത്താവേ ഇതാ ഈ ജലം ഈ സ്ഥാപനത്തിന്റെ ശുദ്ധീകരണത്തിന് തളിപ്പായി ഭവിക്കുവാൻ വേണ്ടി ആശീർവദിക്കപ്പെടുന്നു.
لئن بمن تلقى يخوار هللويا. സന്തോഷത്തോടും ആഗ്രഹത്തോടും കൂടെ ആരംഭിച്ച ആശ്വാസഭവൻ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം ഒരു പുതിയ പൊൻതൂവൽ കൂടെ ഈ നാഴികയിൽ നിവർത്തിക്കുമ്പോൾ ഏറെ നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ പ്രവർത്തനോദ്ഘാടനം അതിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. വളരെ പ്രയാസവും ബുദ്ധിമുട്ടും നിറഞ്ഞ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ചെറിയ തോതിൽ മാത്രമാണ് ഇതിൻ്റെ കൂദാശയും പ്രവർത്തനോദ്ഘാടനവും നിർവഹിക്കുവാൻ ആഗ്രഹിച്ചത് എങ്കിലും അധികം ആളുകൾ ഒരുമിച്ചു ചേർന്നു എന്നുള്ളത് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വലിയ ഒരു കൊട്ടിഘോഷമൊന്നുമില്ലാതെ ഇതിൻ്റെ പ്രവർത്തനം അതിൻ്റെ മികച്ച നിലയിൽ തന്നെ നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഉള്ള സാഹചര്യങ്ങളെ നല്ല സാഹചര്യങ്ങളാക്കി തീർത്ത് സഹകരിക്കണം. നിങ്ങളെല്ലാവരും ഈ ഭദ്രാസനത്തിൻ്റെ മക്കളാണ്. മക്കൾക്ക് എല്ലാവർക്കും ഈ അനുഗ്രഹീതമായ സ്ഥാനത്ത് സ്വാഗതം ആശംസിക്കുമ്പോൾ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളിലും ഉള്ള സൗകര്യങ്ങളിൽ സമചിത്തത പാലിച്ച് ഇതിൽ സഹകരിക്കണമെന്ന് ഏറെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ അഭിമന്യ തിരുമനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പറഞ്ഞ പ്രിയപ്പെട്ട തമ്പിച്ചേട്ടൻ ദയവ് ചെയ്ത് ആ സ്റ്റേജിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഈ ആശ്വാസഭവൻ ഇതിൻ്റെ പൂർണ്ണമായ ക്രമീകരണങ്ങൾ നിർവഹിക്കുവാൻ കാരണമായി തീർന്നത് പ്രിയപ്പെട്ട തമ്പിച്ചേട്ടൻ്റെ നിർലോഭമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട തമ്പിച്ചേട്ടൻ അഭിമന്യ തിരുമനസ്സിനോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുവാൻ തക്കവണ്ണം ആശ്വാസഭവൻ മാനേജർമാരായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്ന എലഞ്ഞിമറ്റത്തിൽ അത്രയും ബഹുമാനപ്പെട്ട സബിൻ സച്ചനെ ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും ഇത്രത്തോളം വഴി നടത്തിയ സ്വർഗത്തിലെ ദൈവത്തെ മുന്നമേ സ്തുതിക്കുകയും ചെയ്യുന്നു. കണ്ടാട് ഭദ്രാസനത്തിൻ്റെ ആതുര സേവനത്തിൻ്റെ ഭാഗമായി 2007 ഓഗസ്റ്റ് 31 മുതൽ പ്രവർത്തനം ആരംഭിച്ച ആശ്വാസഭവൻ എന്ന ഓൾഡ് ഏജ് ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം ഇന്ന് 150ഓളം പരം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും അതുപോലെ തന്നെ മരണം വരെയും അവർക്ക് നല്ല ഒരു അവസാനം കൊടുക്കുവാൻ പാകത്തിന് ഈ സ്ഥാപനത്തിന് സാധിച്ചു. അതുവഴി നടത്തിയ സ്വർഗീയത്തിലെ നാഥനെ ഈ സമയത്ത് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇന്ന് ഈ സ്ഥാപനം വളർച്ചയുടെ ഒരു പടവ് കൂടി കാൽവെപ്പ് വെക്കുകയാണ്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുവാനായി വേണ്ടുന്നതായ ഒരു സൗകര്യം കഴിഞ്ഞ നാൾ വരെയും നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇല്ലായിരുന്നു. 25ഓളം കിടപ്പ് രോഗികളെ പ്രഥമ ശുശ്രൂഷകൾ കൊടുത്ത് സ്വീകരിക്കുവാനും വളരെ നല്ല രീതിയിൽ ഡോക്ടറിൻ്റെ സേവനത്തോടുകൂടി അത് ഭംഗിയാക്കുവാനുമായിട്ട് ഇന്ന് ഈ സ്ഥാപനം ഒരുങ്ങുകയാണ്. 2 നിലകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓൾഡ് ഏജ് ഹോമിൻ്റെ താഴത്തെ നില പാലിയേറ്റീവ് കെയറിന് വേണ്ടി മാറ്റിയെടുക്കുകയും മുകളിലത്തെ നില ഓൾഡ് ഏജ് ഹോമിൻ്റെ അവർക്ക് താമസിക്കുവാൻ വേണ്ടുന്നതായ സൗകര്യത്തോടെ വീണ്ടും
അത് ക്രമീകരിച്ച് ഭംഗിയാക്കി ചേർത്തിരിക്കുന്നു. ദീർഘമായ വാക്കുകൾ, ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇതിന് ഒത്തിരി പേർ സഹകരിച്ച് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ഈ യോഗം ഭംഗിയാക്കുവാനും അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ വിശിഷ്ട അതിഥികളായി കടന്നു വന്നവരെ ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ കണ്ട്രാട് ഭദ്രാസനത്തിൻ്റെ അധിപനും ഈ സ്ഥാപനത്തിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചിരിക്കുന്ന അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ തൃക്കരമൊത്തി ഔപചാരികയുടെ പേരിൽ ഈ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കണ്ട്രാട് ഭദ്രാസനത്തിൻ്റെ അരുമസന്താനവും ആട്ടിൻകുന്ന സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക അംഗവും മുൻ മന്ത്രിയും ബിറോം MLA-യുമായ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് അവറുകളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം എത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തിരക്ക് മൂലം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും വളരെ ഹൃദയപൂർവ്വം ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ തലപ്പള്ളിയായ കണ്ട്രാട് സെൻറ് മേരീസ് കത്തീഡ്രലിലെ ഇടവകാംഗവും പരിശുദ്ധ സഭയുടെ അൽമായ ട്രസ്റ്റിയുമായ ബാറീത്തോ മഹീറോ തമ്പു ജോർജ് തുലകനെ ഹൃദയപൂർവ്വം ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന് സുദീർഘമായ സേവനം അനുഷ്ഠിക്കുവാനായി തിരുമനസ് ചോദിച്ച മാറിയിൽ തന്നെ ഒരു ഉപേക്ഷകൾ വിചാരിക്കാതെ ഒരു ഡോക്ടറിൻ്റെ സേവനം നമുക്ക് നൽകുന്നത് ഇത്രയും സ്നേഹനിധിയായ കണ്ട്രാട് ഭദ്രാസനത്തിൻ്റെ കടമറ്റം ഇടവകയിലെ ഡോക്ടർ മാണി PM പുതുശ്ശേരി അവറുകളാണ്. ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശ്വാസഭവൻ എന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രഥമ പ്രവർത്തകനും ഈ ഭദ്രാസനത്തിലെ സെക്രട്ടറിയുമായ റവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുപറമ്പിൽ അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഈ വർഷത്തെ വൈദിക സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എത്രയും സ്നേഹം നിറഞ്ഞ റവറർ എൽദോസ് മാൾപ്പാട്ട് അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സാബു നാരേക്കേട്ട് അവരുകളെയും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും, അതുപോലെ തന്നെ മർത്തമറിയ വനിതാ സമാജാംഗങ്ങൾ, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, കേഫ, ഭദ്രാസനത്തിലെ കൗൺസിൽ മെമ്പേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ദേവാലയത്തിൽ നിന്ന് പ്രതിനിധീകരിച്ച് കടന്നു വന്നിരിക്കുന്നവർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൂടാതെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും കരുതുകയും എല്ലാ കാര്യങ്ങളിലും കൂടിച്ചേർന്ന് ഈ യോഗത്തെ ധന്യമാക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്ത് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എലഞ്ഞിമറ്റത്തിൽ സബിൻ സച്ചനോടുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. 1997 കാലഘട്ടത്തിൽ കണ്ടനാട് ഭദ്രാസനത്തിൽ സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെടുകയും ഭദ്രാസനം നാഥനില്ലാതായി തീരുകയും ചെയ്തപ്പോൾ ഭദ്രാസനത്തിൻ്റെ സാന്നിധ്യം ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട ജോയി ആലുങ്കലച്ചൻ ഭദ്രാസന അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിച്ചു. 2000 ഓഗസ്റ്റ് മാസം 6-ാം തീയതി പുണ്യശ്ലോകനായ കുര്യാക്കോസ് മോർ യൂലിയോസ് തിരുമേനിയിൽ നിന്നും റംബാൻ സ്ഥാനം സ്വീകരിച്ചു. 2001 ജനുവരി മാസം 14-ാം തീയതി കണ്ടനാട് ഭദ്രാസനത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിലാൽ എഴുതപ്പെട്ട ആ ദിവസമായിരുന്നു. അന്നേ ദിവസം പരിശുദ്ധ ഇഗ്നാത്യോസ് സാഖാപ്രഥമൻ പാത്രിയർക്കീസ് ബാവ ഡമാസ്കസിലെ പാത്രിയർക്ക കത്തീഡ്രൽ വെച്ച് ഭദ്രാസന അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ആലുങ്കൽ വന്നിയ മാത്യൂസ് റംബാച്ചനെ മാത്യൂസ് മോർ ഇവാനിയോസ് എന്ന സ്ഥാനപ്പേരിൽ മെത്രാപ്പോലീത്തയായി വാഴിച്ചു. കണ്ടനാട് ഭദ്രാസന ഭരണത്തോടൊപ്പം തൃശൂർ ഭദ്രാസനത്തിൻ്റെയും അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ചുമതലയും കുറച്ചു കാലം നിർവഹിച്ചു. ഒന്നുമില്ലാതിരുന്ന കണ്ടനാട് ഭദ്രാസനത്തിലേക്ക് ഇന്നുള്ള ഈ അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം അഭിമന്യ തിരുമേനി ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തത് മുതൽ ഏറെ പുരോഗമിച്ചു. ഈ അനുഗ്രഹീതമായ സ്ഥാനത്ത് ഒരു ഭദ്രാസന ആസ്ഥാനവും അതിനോട് ചേർന്ന് അഗതി മന്ദിരവും സ്ഥാപിച്ചു. എല്ലാവരും തിരുമേനിയോട് ഉപദേശിച്ചത് പണം കിട്ടുന്ന മറ്റ് പല പ്രോജക്റ്റുകളുമാണ്. എന്നാൽ അതെല്ലാം നിരസിച്ചുകൊണ്ട് അഗതികളെ താമസിപ്പിക്കുവാൻ തക്കവണ്ണം അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഈ 32,000 സ്ക്വയർ ചതുരശ്ര അടിയിൽ ഈ സ്ഥാപനം സ്ഥാപിക്കുവാനും അത് ഭംഗിയായി നിവർത്തിക്കുവാനും സാധിച്ചു. എന്നാൽ ഇന്ന്
ആരോരുമില്ലാതെ കിടപ്പ് രോഗികളായി തീരുന്ന മക്കളെ ഏറ്റെടുത്ത് അവരുടെ എല്ലാ ചുമതലകളും നിർവഹിക്കുവാൻ തക്കവണ്ണം അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇന്നേ ദിവസം ഈ അനുഗ്രഹീതമായ സ്ഥാനം അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുമ്പോൾ നമ്മുടെ മെത്രാപ്പോലീത്തായെ അധ്യക്ഷ പ്രസംഗം നടത്തുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്യാം. സർവശക്തനായ ദൈവത്തിൻ്റെ പുണ്യതിരുനാമത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് മഹത്വം കരകയറ്റാം. നീ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥ നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ഇത് അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ട് തന്നെയാണ് ബലഹീനനായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട തമ്പു, ഡോക്ടർ തുടങ്ങി സകലരെയും നന്ദിയോടുകൂടെ ഓർക്കട്ടെ. ആദ്യമായി ഈ സംരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന് ഏറ്റവും ആദ്യം ഒരു കോൺട്രിബ്യൂഷൻ ഓഫർ ചെയ്ത വ്യക്തിയാണ് തേനിങ്കൽ പ്രിയപ്പെട്ട ജെയിംസ്. ഏതായാലും അദ്ദേഹത്തിൽ നിന്ന് ഒരു കൈനീട്ടം മേടിക്കുന്നത് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുക. അത്രമാത്രം അതിൻ്റേതായിരിക്കുന്ന പൂർണ്ണതയിൽ പര്യവസാനിപ്പിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ദൈവം കൃപ ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കട്ടെ. എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ മാണി പുതുശ്ശേരി, എൻ്റെ അമ്മായിനെ കെട്ടിച്ചിരുന്നത് പുതുശ്ശേരിയിലാണ്, ഡോക്ടർക്ക് അറിയാതല്ല. അപ്പോൾ ഞാനൊരു 2 ആഴ്ച തലപോഞ്ഞ് ഇങ്ങനെ രാത്രി എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടന്നു. ദൈവമേ, ഇത് എങ്ങനെ ഒരു ഡോക്ടറുടെ സേവനം ഇന്നേക്കാ അവസരങ്ങളിൽ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ശ്രമസാധ്യമായ കാര്യമാണ്. ഏതായാലും ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ദൈവം എനിക്ക് തോന്നിച്ച ആളാണ് ഡോക്ടർ മാണി. അന്ന് ആ സമയത്ത് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ പോയി കാണണം, അദ്ദേഹത്തോട് വിഷയം സംസാരിക്കണമെന്ന്. അദ്ദേഹം യാതൊരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. നമുക്കെല്ലാവർക്കുമുള്ള നന്ദി അദ്ദേഹത്തോട് ഈ അവസരത്തിൽ പ്രദർശിപ്പിക്കാം. ഞാൻ ഈ സ്ഥാപനം അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവം ഒത്തിരി പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആലോചന തുടങ്ങിയപ്പോൾ മുതൽ, കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മുതൽ ഇതിൻ്റെ റിനോവേഷൻ പരിപാടികൾ ആരംഭിച്ചതാണ്. എനിക്ക് തോന്നുന്നു തമ്പൂനത് മനസ്സിലാവും റിനോവേഷൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. പാത്രികാ സെൻറ്റർ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ആക്കി തീർക്കാൻ അദ്ദേഹം പെടാപാടുപെട്ടതൊക്കെ പെടുന്നതുമൊക്കെ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു റിനോവേഷൻ വർക്കിന് വേണ്ടിയിട്ട് നാം തുനിയുമ്പോൾ അതിന് ദൈവം അനുയോജ്യരായിരിക്കുന്ന ആളുകളെ നമുക്ക് നിയോഗിച്ച് തന്നില്ല എന്ന് വരികിൽ അത് ഒത്തിരി പ്രയാസമുളവാക്കുന്ന വസ്തുതയാണ്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട തമ്പിയെ ദൈവം അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെ അദ്ദേഹത്തോടുള്ള നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. റിനോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുത മാത്രമല്ല, വിവിധങ്ങളായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം അതിൻ്റേതായിരിക്കുന്ന പൂർണ്ണതയിൽ എത്തിക്കുവാൻ, അതോടൊപ്പം തന്നെ
സന്തോഷത്തോടുകൂടി നിങ്ങളെ അറിയിക്കുന്നത്, അദ്ദേഹം ഇത്രയും നിവർത്തിച്ച് തന്നതിന് ഒരു പൈസ പോലും ഇവിടെ നിന്ന് അദ്ദേഹം വാങ്ങിച്ചില്ല എന്നുള്ളതും, മെറ്റീരിയൽ ചിലതൊക്കെ വന്ന് ഇറക്കി കൊടുത്തു എന്നുള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ള ആ കാര്യങ്ങളിൽ അദ്ദേഹം അതിൻ്റെ സന്തോഷത്തോടുകൂടി നിവർത്തിച്ച് തന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവയോഗ്യമാണ്. ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ഭദ്രാസന സെക്രട്ടറി കൊച്ചുപറമ്പിൽ തോമസ് അച്ഛനും, അതുപോലെ തന്നെ ഇപ്പോൾ MC ആയിട്ട് ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ജിബി അച്ഛനും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യകാലത്തെ ബുദ്ധിമുട്ടുകളെല്ലാം അവർ പൂർണ്ണമായിട്ടും ഒപ്പിയെടുത്തിട്ടുള്ളവരാണ്. പ്രിയപ്പെട്ട ജിബി അച്ഛൻ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ ഇവിടെയായിരുന്നു. ഇതെല്ലാം നിയന്ത്രിക്കുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനുമൊക്കെ പ്രിയപ്പെട്ട ജിബി അച്ഛൻ നിവർത്തിച്ചിട്ടുള്ള സേവനങ്ങളെ ഒത്തിരി നന്ദിയോടുകൂടെ ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും അത് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആരെങ്കിലും കുറച്ച് പേരെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് ആക്കി ആ കാര്യങ്ങൾ നടത്തിപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടത് നിവർത്തിക്കുവാൻ അദ്ദേഹം ഒത്തിരി സമർപ്പിച്ച് പ്രയത്നിച്ചിട്ടുള്ളത് നന്ദിയോടുകൂടെ ഓർക്കട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകുമോ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം. ഈ മുൻനിരയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഓണേരിൽ സക്കറിയ അച്ഛനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റ് പെരുമ്പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് നാറൂർ പള്ളിയിൽ വിഷയം നടക്കുന്ന അവസരമാണ്. പോലീസുകാരെല്ലാം അവിടെ നിന്ന് 4-5 വണ്ടി പോലീസ് അവിടെ നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടൊക്കെ കിട്ടി. അപ്പോൾ അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരു അച്ഛനെ അയക്കണം എന്നുള്ളത്. അച്ഛൻ അന്ന് പെരുമ്പള്ളി പള്ളിയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ സന്തോഷപൂർവ്വം പോകാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വിശുദ്ധ കുർബാന ചൊല്ലി തീർത്തത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. കണ്ണുനീരിൻ്റെ ആ പാനപാത്രം കുടിച്ചുകൊണ്ട് തന്നെയാണ് അന്ന്. കാരണം അച്ഛൻ ഏത് രീതിയിൽ അവിടെ നിന്ന് മടങ്ങി വരും എന്നുള്ളത് എനിക്ക് വലിയ ആശങ്കയായിരുന്നു. പക്ഷെങ്കിൽ ഒരു കേടും വരുത്താതെ ദൈവം അദ്ദേഹത്തെ ആ ശുശ്രൂഷ നിവർത്തിച്ച് അന്ന് മുതൽ ആ ഇടവകയ്ക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള നേതൃത്വം ഒത്തിരി പ്രസ്താവയോഗ്യമാണ്. അത് നമ്മുടെ ഭദ്രാസനത്തിന് ഒത്തിരി അനുഗ്രഹമായിരുന്നു ആ അവസരത്തിൽ. കാരണം പലരും അറച്ചു നിൽക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്രകാരം ബഹുമാനപ്പെട്ട അച്ഛൻ ആ വലിയ സംഗതി അച്ഛൻ ഏറ്റെടുത്ത് നടത്തിയത്. ഇന്ന് ക്രിസ്തുയേശുവിൽ നമ്മുടെ കൂട്ടുവേലക്കാരായ ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും ഇവിടെ സമാഗതരായിട്ടുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷ ഇത്രയും അനുഗ്രഹകരമായി നടത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്ന് വരികിൽ അത് തീർച്ചയായും ഈ വൈദിക ഗണത്തിൻ്റെ നിർലോഭമായിരിക്കുന്ന നിഷ്കാമമായിരിക്കുന്ന അവരുടെ സമർപ്പണത്തിൻ്റെ ആ പ്രതീകമാണ്. അവരെയെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അറിയിക്കുവാനുള്ള ഒരു സംഗതി, നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ മഹാവല്യ കൃപയാൽ ഇടവകളിൽ കുടുംബ യൂണിറ്റുകൾ കാര്യങ്ങളെല്ലാം വളരെ സന്തോഷകരമായി പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കുടുംബ യൂണിറ്റിൽ നിന്ന് ഇവിടെ അന്തേവാസികൾക്കായി ഒരു ഭക്ഷണം നൽകുകയോ അവർ കുടുംബ യൂണിറ്റിൽ നിന്ന് വന്നൊന്ന് സന്ദർശിക്കുകയോ ഒക്കെ ചെയ്യുവാൻ ബഹുമാനപ്പെട്ട വൈദികർ നേതൃത്വം നൽകിയാൽ അത് ഒത്തിരി അനുഗ്രഹമായിരിക്കുമെന്ന് വിനയപൂർവ്വം ഓർപ്പിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ഭക്തസംഘടനകൾ, അത് യൂത്ത് അസോസിയേഷൻ, അതോടൊപ്പം വനിതാ സമാജം ഒക്കെ എത്രമാത്രം അവരുടേതായിരിക്കുന്ന സകല മൈറ്റ് അത് ഇതിൻ്റെ സന്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് എല്ലാം ദൈവം അനുഗ്രഹത്തിനാക്കി തീർക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാനിവിടെ കണ്ണോടിക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഭദ്രാസനത്തിലെ ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയാണ്. നിങ്ങളെല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സന്തോഷം എന്തെന്ന് അത് പ്രവചനാതീതമാണ്, വർണ്ണനാതീതമാണ്. നിങ്ങളെല്ലാം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ബലഹീനായ ഞാനൊരു വൈദികനായിരുന്ന കാലം മുതൽ തീർന്നില്ല, കാലം ചെയ്ത പുണ്യശ്ലോകനും പരിശുദ്ധനുമായ ബാബാ തിരുമേനിയുടെ പ്രഭാതത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം മുതൽ ഇപ്പോഴത്തെ നമ്മുടെ ശ്രേഷ്ഠ ബാബായുടെ ആ വലിയ അനുഗ്രഹവും ബാബായുടെ ആ വലിയ ഗൈഡൻസ് മുഖാന്തരം നിവർത്തിക്കപ്പെടുവാൻ സാധിച്ചിട്ടുള്ള എല്ലാം സ്തോത്രത്തോടുകൂടി അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ തന്നെ ഇവിടെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട അന്നമ്മ ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമുണ്ട്. അതായത് ചിത്രയുണ്ട് ഇവിടെ, ദിവ്യയുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ശ്രീജയുണ്ട്. അവരെല്ലാവരും ഒത്തിരി സമർപ്പിച്ച് ഈ സാധുക്കളെ കുളിപ്പിക്കുന്നതിനും അവരെ അതിൻ്റേതായിരിക്കുന്ന അവസ്ഥയിൽ ക്രമീകരിക്കുന്നതിനുമൊക്കെ അവരുടേതായ ആ വലിയ പരിചരണം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ പരിചരിക്കുന്നത് പോലെ അവരെ പരിചരിക്കുന്നത് ഒക്കെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അല്പമെങ്കിലും പ്രയാസമുണ്ടായാൽ അവരുടെ ബെഡ് സൈഡിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുമൊക്കെയുള്ള അവരുടേതായിരിക്കുന്ന ആ വലിയ സമർപ്പണം അതൊന്നും വിസ്മരിക്കാവുന്നതല്ല. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ഈ ആശ്വാസ് ഭവൻ്റെ മാനേജർമാരായി പ്രവർത്തിക്കുന്ന എലിഞ്ഞമറ്റത്തിൽ പ്രിയപ്പെട്ട ജോബി അച്ഛൻ, പ്രിയപ്പെട്ട സബി അച്ഛൻ, അവരെ ഓർക്കുന്നു, തീർന്നില്ല. പ്രിയപ്പെട്ട പോളി ശമാശൻ, അതുപോലെ തന്നെ ഇവിടെ താമസിച്ചിട്ടുള്ള ശമാശന്മാരുടെ ഗണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള യുവ വൈദികരുടെ നിരയിൽ ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യാത്ത ഒരൊറ്റ വൈദികരും കാണുകയില്ല. അവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ജീവാത്മാവും പരമാത്മാവുമാണ്, അവരുടെ ആ സമർപ്പണത്തിൻ്റെ ഒരു പ്രതീകമാണ്. എത്രയെത്ര രോഗികളായിരിക്കുന്നവർ അവർ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന്, അതുപോലെ തന്നെ ശുശ്രൂഷിക്കുന്നതിനൊക്കെ. അതോടൊപ്പം തന്നെ അതെല്ലാം പ്രസ്താവിക്കുമ്പോൾ തന്നെ ഇവിടെ അടുത്ത ഡോക്ടർ മോളിക്കുട്ടി ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും, പ്ലീസ് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അവരുടെ സേവനം ആവശ്യപ്പെട്ടാലും ആ സമയത്തൊക്കെ സന്തോഷത്തോടുകൂടി അവർ നിവർത്തിച്ചു തരുന്നതെല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട ഈ പരിശുദ്ധ സഭയുടെ അരുമസന്താനവും ഏതാവശ്യത്തിനും നമ്മളോടുകൂടി ചേർന്ന് നിന്ന് നമ്മെ തൻ്റെ ശ്രേഷ്ഠനായിരിക്കുന്ന പിതാവിനെ പോലെ തന്നെ ഈ സഭയെ സ്നേഹിച്ച് ഈ സഭയുടെ എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടുകൂടി ഇടപെടുന്ന പ്രിയപ്പെട്ട
MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് അവറുകൾ, അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ വയനാട്ടിലായിരിക്കും ആ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ നടത്തി മുഖാന്തരം അത് ക്യാൻസൽ ചെയ്ത് ഇന്ന് നമ്മളോടുകൂടി ആയിരിക്കുവാൻ തക്കവണ്ണം അത് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം വിളക്ക് കൊളുത്തി നിവർത്തിക്കുന്നത് എന്നും കൂടി വിനയപൂർവ്വം അറിയിക്കട്ടെ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരവും അദ്ദേഹം ഒന്ന് വന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നേരം നിങ്ങളെ എല്ലാം ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നിവർത്തിക്കുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗം നടത്തി നമ്മെ അനുഗ്രഹിച്ച അഭിമന്യ പിതാവിൻ്റെ തൃപ്പാദത്തെങ്കിൽ ഭദ്രാസനത്തിൻ്റെ മക്കളുടെ നന്ദിയും കൃതജ്ഞതയും പ്രത്യേകമായി അറിയിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം പിറവത്തിൻ്റെ MLA, ഈ ഭദ്രാസനത്തിൻ്റെ അരുമസന്താനം, ആട്ടിൻകുന്ന് സെൻറ് മേരീസ് യാക്കോബായ ശ്രീയാനിപ്പള്ളി ഇടവകാംഗമായിരിക്കുന്ന അഡ്വക്കേറ്റ് കമാൻഡർ അനൂപ് ജേക്കബ് MLA അവറുകളെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ചെയ്യാം. അഭിവന്ദ്യ ഇവാനുസ് തിരുമേനി, പ്രിയപ്പെട്ട തമ്പുച്ചേട്ടൻ, ബഹുമാനപ്പെട്ട വൈദികർ, മറ്റ് ഭാരവാഹികളെ, സ്നേഹിതരെ, മാതാപിതാക്കളെ, ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ തിരുമേനി എന്നോട് കഴിഞ്ഞ ദിവസം ഈ പ്രോഗ്രാം പറഞ്ഞിരുന്നു. മറ്റ് ചില അസൗകര്യം വന്നതുകൊണ്ട് എത്താൻ കഴിയുകയില്ല, അല്ലെങ്കിൽ കഴിയാൻ സാധിക്കുമോ എന്ന് സംശയം ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. പിന്നെ എന്താണെങ്കിലും തിരുമേനി പ്രതിപാദിച്ചതുപോലെ എത്തിച്ചേരാൻ കഴിഞ്ഞു. അത് ഏറെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഈ ഒരു പാലിയേറ്റീവ് സെൻറ്റർ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അഭിവന്ദ്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. ഇവിടെ ഓൾഡ് ഏജ് ഹോമായ പ്രവർത്തനം നടന്നിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നിപ്പോൾ അത് പാലിയേറ്റീവ് രംഗത്ത് ഒരു വലിയ ആശ്വാസമാവുന്ന ഒന്നായി അത് മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊക്കെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് ആവശ്യങ്ങൾ നിൽക്കുന്ന അനവധി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പലപ്പോഴും ഒരു സെൻറ്റേഴ്സിൻ്റെ കുറവ് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടുവരുവാനും ശുശ്രൂഷിക്കുവാനും അവർക്ക് നല്ല ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാനും കഴിയുക എന്നുള്ളത്, പാലിയേറ്റീവ് എന്നുള്ളത് അതൊരു മെഡിക്കൽ വിഭാഗം തന്നെയാണ്. അതായത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നോക്കുന്ന ഒന്നായി ആണ് പലപ്പോഴും നമ്മൾ കണ്ടുപോകുന്നത്. എന്നാൽ അതല്ല, ഒരു മികച്ച ജീവിത സാഹചര്യം, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആ വ്യക്തിക്ക് പൂർണ്ണമായി ലഭിക്കുക ആ രോഗാവസ്ഥയിലും എന്നുള്ളതാണ് പാലിയേറ്റീവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അതൊരു മെഡിസിൻ വിഭാഗമായി തന്നെ അത് കണക്കാക്കി ഇന്ന് മുമ്പോട്ട് പോവുകയാണ്. നേരത്തെ പാലിയേറ്റീവ് എന്നുള്ള ഏറ്റവും അവസാനത്തെ സന്ദർഭം എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. അത് തെറ്റാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ ഒരു നോഷൻ പലപ്പോഴും വെച്ച് പുലർത്തുന്നത് അതിൻ്റെ ശ്രദ്ധ പലപ്പോഴും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതങ്ങനെയല്ല. ഇത് അവർക്ക് കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ, അവർക്ക് വേദന ഒഴിവാക്കി കിട്ടാൻ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, പല പാലിയേറ്റീവ് രോഗികളെയും തിരിച്ച് അവർക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരു രോഗി പരിചരണം ഒരുക്കാൻ കഴിയുക. ഏതായാലും അഭിവന്ദ്യ തിരുമേനിയുടെ ആ ഒരു ദീർഘവീക്ഷണവും താല്പര്യവും അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സംരംഭം അതിന്നിവിടെ യാഥാർത്ഥ്യമാവുവാൻ കഴിഞ്ഞത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സമർപ്പണവും ഒക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുന്നു. ഭദ്രാസനത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തിളക്കമാവുന്ന ഒരു അധ്യായമായിരിക്കും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. ഞാൻ വൈകിയ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഈ സംരംഭം ആശ്വാസമായി കടന്നു വരുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഗുണകരമാവട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആശംസിക്കുവാനുള്ളത്. ഈ ഒരു പ്രയാണത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട് കൈത്താങ്ങായി നിന്ന് എനിക്കൊന്ന് അനവധി പേരുടെ
വലിയ ഇടപെടലുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ സന്ദർഭത്തിൽ ഓർക്കാം. അവരുടെയൊക്കെ ആ നല്ല സേവനങ്ങൾക്കും ഇടപെടലുകൾക്കും നന്ദിയും കൂടി രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് അഭിവന്ദ്യ തിരുമേനിക്ക് എല്ലാ ഭാവങ്ങളും ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ആശയത്തെ മുന്നോട്ട് വെക്കുമ്പോൾ ഇത് സഭയ്ക്ക് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ സഭാമക്കൾക്കുള്ളത് മാത്രമല്ല, ഇത് എല്ലാവർക്കും വേണ്ടി അനവധി പേർക്ക്, ഒരുപാട് പേർക്ക് ആശ്വാസമാവാൻ പോകുന്നൊരു വലിയ കേന്ദ്രം അഭിവന്ദ്യ തിരുമേനിയുടെ കൈകളാൽ അതിന്ന് പൂർത്തിയായി ഇന്നിവിടെ ആരംഭം കുറിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സംരംഭം അഭിവന്ദ്യ തിരുമേനിയുടെയും ബഹുമാനരായ വൈദികരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവരുടെ അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. പുതിയ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ തിരി തെളിയുമ്പോൾ നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചു അനേകർക്ക് ആശ്വാസമായി തീരുവാൻ പ്രാർത്ഥനയോടെ തുടർന്നും അനേക നന്മകാര്യങ്ങൾ നിവർത്തിക്കുവാൻ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു മനസ്സോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കൗൺസിൽ അംഗങ്ങൾ, കൗൺസിൽ ഒത്തിരി നിർലോഭമായിരിക്കുന്ന ആ സഹകരണമാണ് ഈ വിഷയത്തിൽ അവർ വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയിച്ചതായ അവസരത്തിൽ സന്തോഷത്തോടുകൂടി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും നൽകിയ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും സ്റ്റേജിലുണ്ട്. മറ്റ് കൗൺസിൽ അംഗങ്ങളെല്ലാം അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരെയും ഓർക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും സമയത്തിൻ്റെ പരിമിതിയും എല്ലാം നിമിത്തം ഞാൻ ആ വിഷയം വിടുകയാണ്. ഭദ്രാസന കൗൺസിൽ അംഗങ്ങളോടുള്ള നന്ദിയും കൂടി വിനയപൂർവ്വം അറിയിക്കട്ടെ. അമ്മണി ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. വനിതാ സമാജത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ സെക്രട്ടറി ഷിജുലാൽ, അതുപോലെ തന്നെ ശലോമി തുടങ്ങിയ എല്ലാവരും ഉണ്ട്. ഇതെല്ലാം നിങ്ങളെ കൂടി ഉൾക്കൊണ്ടതായിട്ട് നിങ്ങൾ സ്വീകരിച്ച് സദയം എല്ലാത്തിലും സഹകരിക്കണമേ എന്ന് വിനയപൂർവ്വം ഓർപ്പിക്കട്ടെ. തെളിഞ്ഞതായ തിരുനാളം എന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് MLA അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുകയാണ്. അടുത്തതായി ആശംസകൾ അറിയിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഈ ഭദ്രാസനത്തിൻ്റെ അരുമ സന്താനം, ഭദ്രാസനത്തിൻ്റെ തലപ്പള്ളിയായിരിക്കുന്ന കണ്ടനാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഇടവകാംഗവും പരിശുദ്ധ സഭയുടെ ട്രസ്റ്റിയുമായിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട ബാറിത്തോ മഹീറോ തമ്പു ജോർജ് തുകലൽ അവറുകളെ ആശംസകൾ അറിയിക്കുവാൻ പ്രാർത്ഥനാപൂർവം നമുക്ക് ക്ഷണിക്കാം. ദൈവത്തിന് സ്തുതി. കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ അധിപൻ, ഞാനേറെ സ്നേഹിക്കുന്ന, എന്നെ ഏറെ കരുതുന്ന അഭിയന്യ തിരുമനസ്സേ, ആദരണീയനായ MLA അനൂപ് ജേക്കബ്, തോമസ് അച്ഛൻ, സാബു, വേദിയിലെ ഉപവിഷ്ടരായിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള ഇവരെ, സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ പള്ളികളിൽ നിന്നുള്ള പ്രതിനിധി അംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ എല്ലാവരുമേ,
ഞാനിവിടെ നിൽക്കുമ്പോൾ കുറച്ച് കാലം പുറകോട്ടൊന്ന് ചിന്തിച്ചു പോവുകയാണ്. 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2002 തിരുമേനി ഇവിടെ സ്ഥലം വാങ്ങുന്നത്. ആ സമയത്ത് തിരുമേനിയോടൊപ്പം ഉണ്ടാകുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിൽ. ശൂന്യതയിൽ നിന്നാണ് തിരുമേനി ഇതിനെല്ലാം തുടക്കം കുറിച്ചത്. പലരിൽ നിന്നും പണം കൈവായ്പയായിട്ട് വാങ്ങി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ സ്ഥലം വാങ്ങി 2007 എനിക്ക് തോന്നുന്നു. ഞാനത് തോമസ് അച്ഛനോട് ചോദിച്ചു. ഈ ഓൾഡ് ഏജ് ഹോമിന് തുടക്കം കുറിക്കുന്നത് ഇന്ന് പരിശുദ്ധ സഭയ്ക്ക് അഭിമാനിക്കാവുന്ന നിലയിൽ ഈ ഭദ്രാസനം അനുഗ്രഹകരമായി നിലകൊള്ളുന്നു എന്ന് കാണുമ്പോൾ ഞാൻ കന്യാശ്രീ അമ്മയോട് നന്ദി പറയുകയാണ്, ദൈവത്തോട് നന്ദി പറയുകയാണ്. ഒരു പക്ഷേ പരിശുദ്ധ സഭയിലെ ഏറ്റവും അധികം പ്രതിസന്ധികളെ നേടുന്ന ഒരു ഭദ്രാസനമായത്. 55 പള്ളികൾ ഈ പരിശുദ്ധ സഭയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല. അത് അവകാശികൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്നാൽ ഈ 55 പള്ളികളിൽ 33 പള്ളികളും കണ്ടനാട് ഭദ്രാസനത്തിനാണ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ വിശ്വാസ വിപരീതികളുടെ കയ്യിലേക്ക് എത്തപ്പെട്ടത്. ഈ വലിയ പ്രതിസന്ധികൾക്ക് ഇടയിലും ഈ ഭദ്രാസനത്തെ ചിട്ടയോടുകൂടി അനുഗ്രഹകരമായി നടത്തുവാൻ തിരുമേനിക്ക് സാധിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രതിസന്ധികൾക്കൊക്കെ ഇടയിലും ആശ്വാസകരമായി സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തിരുമേനിക്ക് സാധിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കരുണ തന്നെയാണ്. അപ്പോൾ തന്നെ ഈ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ ആ ഒരു കൂട്ടായ്മ, അത് എത്ര അഭിനന്ദിച്ചാലും അധികമാകുകയില്ല. ഒരു മനസ്സോടുകൂടി നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നു എന്നത് എത്രയോ അനുഗ്രഹകരമായ അവസ്ഥയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ നീട്ടിക്കൊണ്ടു പോവുകയല്ല. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ കണ്ടനാട് വിശുദ്ധ മറിയം പള്ളി ഇടവക അംഗമാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടനാട് ഭദ്രാസന അംഗമാണ് എന്ന് പറയുവാൻ ഞാൻ അഭിമാനം കൊള്ളുന്നു. എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുക, നല്ലൊരു നാളേക്കായിട്ട് പരിശുദ്ധ സഭയുടെ എല്ലാ പ്രതിസന്ധികളും മാറി ആശ്വാസകരമായ ഒരു അവസ്ഥ ഉണ്ടാകുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആശംസകൾ അറിയിച്ച ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട തമ്പുച്ചേട്ടന് എല്ലാവരുടെയും ആ നന്ദി പ്രത്യേകമായി അറിയിക്കുകയാണ്. ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതെ പോകുന്നത് ശരിയല്ലല്ലോ. തമ്പുരാൻ്റെ വലിയ കൃപയും അനുഗ്രഹവുമാണ് ഇന്ന് ഈ നിലയിൽ ഭദ്രാസനം നിവർത്തിക്കുവാൻ ഇടയായിത്തീർന്നത്. അതിന് സഹായിക്കുന്ന പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാവ എപ്പോഴും കൂടെ നിന്ന് വഴി നടത്തുന്നത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. മലങ്കര മെത്രാപ്പൊലീത്ത അഭിനന്ദിതാവായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് നമ്മയൊക്കെ നയിക്കുന്നു. നന്ദി നിറ ഹൃദയത്തോടെ ഈ ഭദ്രാസനം ഓർക്കുകയാണ്. ഇതിൻ്റെ റിനോവേഷൻ വർക്ക് ആരംഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടെ ഒത്തിരി ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞു പോയപ്പോൾ അതൊക്കെ നേരെയാക്കി തന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും സ്തുത്യർഹമാം വിധം സേവനം നിവർത്തിച്ച കുറിഞ്ഞി ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന മുണ്ടിയത്ത് പ്രിയപ്പെട്ട തമ്പിച്ചേട്ടനെ നന്ദി നിറ ഹൃദയത്തോടെ ഈ ഭദ്രാസനം ഓർക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ അലുമിനിയം വർക്കുകൾ, അതിൻ്റെ മെറ്റീരിയൽസ് മുഴുവനായും നൽകിയിട്ടുള്ളത്
പിറവം രാജാതിരാജ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഇടവകാംഗമായിരിക്കുന്ന കണ്ണങ്ങായത്ത് ജെയിംസ്, സാബു ആ സഹോദരങ്ങളാണ്. വർക്ക് ചെയ്തു തന്ന ജിറ്റിയെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഡൈനിങ് ടേബിൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ ഈ പുതിയ നമ്മുടെ ഈ വിശുദ്ധമായ ത്രോണോസിൻ്റെ ചിത്തോല, അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ഭദ്രാസന വനിതാ സമാജം, അതോടൊപ്പം തന്നെ കുറിഞ്ഞി പള്ളിയുടെ യൂത്ത് അസോസിയേഷൻ അതിൻ്റെ അംഗങ്ങൾ നൽകിയ ഇതിനാവശ്യമായ ബക്കറ്റുകൾ എല്ലാ ബാത്റൂമുകളിലേക്കും ഡൈനിങ് ടേബിൾ വിരിക്കുവാനുള്ള ഷീറ്റുകൾ മുഴുവനായും അതിവിടെ ഇൻമേറ്റ്സിന് നൽകുവാൻ തക്കവണ്ണമുള്ള പ്ലേറ്റുകൾ അവയൊക്കെ നൽകി നമ്മെ സഹായിച്ചു. നന്ദിയോടെ ഓർക്കട്ടെ. ഈ ഭദ്രാസനത്തിൻ്റെ പ്രത്യേകിച്ച് ഈ ആശ്വാസഭവൻ്റെ ഒരു നെയിം ബോർഡ്, 2 നെയിം ബോർഡുകളാണ് ക്രമീകരിക്കുക. അതിലൊരു നെയിം ബോർഡ് നൽകിയിരിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട തുരുത്തേൽ ഡോക്ടർ ഏലിയാസ് അച്ഛനാണ്. അതോടൊപ്പം തന്നെ ആറൂർ മേരിഗിരി യാക്കോബായ സുറിയാനി പള്ളിയുടെ വകയുടെ യൂത്ത് അസോസിയേഷൻ, അവരുടെ സമാജം, അവരെ നന്ദിയോടുകൂടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ മുഴുവൻ കർട്ടൻ വർക്കുകളും ഈ ത്രോണോസിൻ പുറകിൽ വിരിച്ചിരിക്കുന്ന കർട്ടനുകളുമൊക്കെ നൽകിയിരിക്കുന്നത് കാട്ടുപാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ചാപ്പലാണ്. നന്ദിയോടുകൂടെ അവരെ ഓർക്കട്ടെ. ഒത്തിരി സർജിക്കൽ ICU കട്ടുകളുകൾ ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് നൽകിയിട്ടുള്ളവരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അതിൽ പ്രധാനമായും കോലഞ്ചേരി ഇടവകാംഗമായിരിക്കുന്ന തേനുങ്കൽ ജെയിംസ് ഏട്ടൻ, അതിൻ്റെ കട്ടില്, അതോടൊപ്പം തന്നെ വീൽ ചെയർ, ഓക്സിജൻ സപ്ലൈ യൂണിറ്റ് എല്ലാം നൽകി നമ്മെ അനുഗ്രഹിച്ചു. കിഴുമുറി പുതുമ്പള്ളിൽ എൽദോ PC ഒരു കട്ടിൽ, സർജിക്കൽ ICU കട്ടിൽ നമുക്കായി നൽകി. അതോടൊപ്പം തന്നെ പാലക്കുഴ മംഗലത്ത് സ്നോബി ജോർജും കുടുംബവും നമുക്കായി ഒരു കട്ടിൽ നൽകി. നെച്ചൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകാംഗം വാലടിയിൽ ശ്രീ VK വർഗീസ് അഥവാ ബാബു ഒരു കട്ടിൽ നമുക്കായി നൽകി. കടക്കനാട് ചോലാട്ട് മറിയക്കുട്ടി ജോയി കുടുംബവും ഒരു കട്ടിൽ നമുക്കായി നൽകി. കോക്കാട്ട് ത്രീ ബഹുമാനപ്പെട്ട മനുവച്ചൻ, ദിവ്യ, മനു അവർ ചേർന്ന് ഒരു കട്ടിൽ നമുക്കായി നൽകി. അതോടൊപ്പം തന്നെ കട്ടിൽ നൽകിയിരിക്കുന്നത് പിറവം പാറപ്പാലിൽ അച്ചാമാമത്തായും കുടുംബവും ആ കുടുംബത്തെയും ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ മരിയ ആൻഡ് റെമ്യൂൺസ് അവരെയും നന്ദി നിറഹൃദയത്തോടെ ഓർക്കുകയാണ്. 2 സൈഡ് അപ്ലിഫ്റ്റിംഗ് കോട്ട് നമുക്കായി നൽകിയിരിക്കുന്നത് കറുകപ്പള്ളി ഇടവകംഗമായിരിക്കുന്ന പൽപ്പാത്ത് പരേതനായ ഗീവർ P ജോണിൻ്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ, കറുകപ്പള്ളി ഇടവകാംഗമായിരിക്കുന്ന അഭിലാഷ് എബ്രാഹാം വള്ളിപ്പറമ്പിൽ അവരാണ്. അവരെയും പ്രത്യേകമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സിംഗിൾ സൈഡ് അപ്ലിഫ്റ്റിംഗ് കോട്ട് നമുക്കായി നൽകിയിരിക്കുന്നത് കോലഞ്ചേരി മർത്തമറി വനിതാ സമാജം 2 കട്ടിലുകൾ നമുക്ക് നൽകിയത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നെച്ചൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി കോൺഗ്രിഗേഷൻ നമുക്കായി ഒരു കട്ടിൽ നൽകിയത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. മാറുക വടക്കേ പൊക്കാമറ്റത്തിൽ എൽദോ P പൗലോസും കുടുംബവും കട്ടിൽ നൽകിയത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഓണക്കൂർ സഹിയോൻ മർത്തമറിയോ വനിതാ സമാജവും ഒരു കട്ടിൽ നമുക്കായി നൽകിയിട്ടുണ്ട്. നെല്ലിമോളം മേമ്പിള്ളിൽ MJ റോയും കുടുംബവും ഒരു കട്ടിൽ നൽകി നമ്മെ അനുഗ്രഹിച്ചു. അവരെയും പ്രത്യേകമായി ഓർക്കുകയാണ്. എയർബെഡ് നമുക്കായി നൽകിയിരിക്കുന്നത് പോൾസൺ പൗലോസ്, അതുപോലെ തന്നെ വരിക്കോലി സെന്റ് ഗ്രിഗോറിയോസ് കുടുംബ യൂണിറ്റ്, അതുപോലെ തന്നെ വരിക്കോലി മർത്തമറി വനിതാ സമാജ അംഗങ്ങൾ എന്നിവർ ചേർന്നാണ്. അവരെയൊക്കെ നന്ദി നിറ ഹൃദയത്തോടെ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. യോഗം അതിൻ്റെ ക്രമീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അനുഗ്രഹീതമായ സമ്മേളനത്തിന് ആശംസകൾ നേരുവാൻ തക്കവണ്ണം ഈ ഭദ്രാസനത്തിൻ്റെ അനുഗ്രഹീതമായ സെക്രട്ടറി, എത്രയും ബഹുമാനപ്പെട്ട കൊച്ചുപറമ്പിൽ ഡോക്ടർ തോമസ് B ബാബു അച്ഛനെ വളരെ വിനയത്തോടെ നമുക്ക് ആശംസകൾ നൽകുവാൻ തക്കവണ്ണം ഹാർദവുമായി ക്ഷണിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിനന്ദിയുടെ മെത്രാപ്പോലീത്തയും ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനുമായിരിക്കുന്ന ഡോക്ടർ മാത്യൂസ് മാർ ഇവാനോസ് തിരുമേനി,
ഇതിനെ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച എത്രയും സ്നേഹിക്കപ്പെട്ട പിറവം MLA അനൂപ് ജേക്കബ്, ഈ സഭയുടെ ട്രസ്റ്റിയായിരിക്കുന്ന തമ്പുച്ചേട്ടൻ, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന എത്രയും ആദരണീയനായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ കൂടിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഞാൻ പെട്ടെന്ന് ഒരു 20-22 വർഷത്തേക്ക് മുമ്പുള്ള ചരിത്രത്തിലേക്ക് ഒന്ന് ഓർത്തുപോയി. അന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയും ഒരു മുള്ളും പറക്കാരെയും പേയും പിശാശും പിടിച്ച ഒരു സ്ഥലം ഇങ്ങനെ അവസ്ഥയിലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ കഥ പറഞ്ഞാൽ അങ്ങനെ തന്നെയൊക്കെയും ഉണ്ടായിരുന്നു. അന്ന് മോളിൽ ഇന്ന് പള്ളിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഷെഡിൽ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിവന്തി തിരുമേനി, അന്തേവാസികളായിട്ട് തിരുമേനി സൂചിപ്പിച്ച പോലെ ബലഹീനായ ഞാൻ, എത്രയും ബഹുമാനപ്പെട്ട ചെങ്ങനാട്ടുകുഴിയിലെ അച്ഛൻ, പിന്നെ തിരുമേനിയുടെ ഡ്രൈവർ ഷിജു, പിന്നെ ജൂഡി എന്ന് പറഞ്ഞ പട്ടി, ഇത്രയും പേരാണ് ഇവിടെ അന്ന് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ദൈവം ആ ഷെഡിൽ നിൽക്കുന്ന സമയത്ത് അരമനയുടെ പണി ഏകദേശം തുടങ്ങി. ആ സമയത്ത് തിരുമേനി പറഞ്ഞു, മോനെ നമുക്ക് ഇവിടെ അനാഥർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം, ആശ്വാസഭവൻ ക്രമീകരിക്കണമെന്ന്. ചിന്തകൾക്കൊക്കെയും അതീതമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അന്നത്തെ കാലത്ത് കയറിക്കിടക്കുവാൻ വേണ്ടിയിട്ട് നല്ല ഒരു കെട്ടിടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആ അരമന പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഈ കെട്ടിടം ഉയരുവാൻ വേണ്ടി തിരുമേനി ആഗ്രഹിക്കുകയും 2007 ഇത് ഏറ്റവും പ്രൗഢഗംഭീരമായിട്ട് പൂർത്തീകരിക്കുകയും അനേകർക്ക് ആശ്വാസകരമായി തീരുകയും ചെയ്തു. തനിക്ക് വാസ്തലം കുറഞ്ഞു നിന്ന സമയത്തും അനാഥരാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ഇടം കണ്ടെത്തുവാൻ വേണ്ടി അഭിനന്ദ തിരുമേനി മുൻകൈയെടുത്തു. ഒത്തിരി കഷ്ടതയുടെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ, ആ കാലഘട്ടമൊക്കെയും ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിലായിരുന്നു. അതിലൊക്കെയും ഏറ്റവും മനോഹരമായിട്ട് ഉയർത്തിയ ദൈവത്തെ നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ തന്നെയും അഭിവന്ധ്യ തിരുമേൻസിയുടെ ഈ ദീർഘവീക്ഷണത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അനേകർ ഇവിടെ ജീവിച്ച് അവർ സമാധാനത്തോടെ പര്യവസാനിച്ച് കടന്നു പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ആത്മാക്കൾ തിരുമേനിക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വമെടുക്കട്ടെ. ബഹുമാനപ്പെട്ട തോമസ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി സമർപ്പിക്കട്ടെ. ഇപ്പോൾ ആശംസകൾ അറിയിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട മണപ്പാട്ട് എൽദോ തോമസ് അച്ഛൻ ഇപ്പോൾ ഈ അനുഗ്രഹീത ഭദ്രാസനത്തിൻ്റെ വൈദിക സെക്രട്ടറിയായി കഴിഞ്ഞ നാളുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛനെ ഏറെ സന്തോഷത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ ഇടവമെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പിറവം MLA ആദരണീയനായ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ്, പ്രിയപ്പെട്ട തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട മാണി ഡോക്ടറും തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠം, മഹനീയ വ്യക്തിത്വങ്ങളെ, കണ്ടനാട് ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്നും ഒരു വലിയ വളർച്ചയുടെ പടവുകൾ താണ്ടിയാണ് നാം മുമ്പോട്ട് കടന്നു പോകുന്നത്. ആശ്വാസഭവൻ അശരണരായ അനേക മാതാപിതാക്കൾക്കൊരു തണലായി മാറിയ ഒരു കേന്ദ്രമാണ് ഈ സ്ഥാപനം. ഇന്നതൊരു പുതിയ തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ. കാരണം മെഡിക്കൽ സയൻസ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയിലൂടെ കടന്നു പോകുമ്പോൾ ജീവൻ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ബെഡ്രിഡനായി പോകുന്ന അനേക ആളുകൾ ഈ കാലഘട്ടത്തിലും വരുന്ന കാലഘട്ടത്തിലും കൂടിക്കൂടി വരുമെന്നുള്ളതാണ് ശാസ്ത്രം തെളിയിക്കുന്നത്. അങ്ങനെയുള്ളവരെ പരിപാലിക്കുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്
നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. പ്രത്യേകിച്ച് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി തന്നെ ഇവിടെ എപ്രകാരമുള്ള ഒരു പാലിയേറ്റീവ് കെയർ സെൻ്റർ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പണപരമായി ഇതിനെ സഹായിക്കുന്നതിലും ഉപരിയായി നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇൻമേറ്റ്സിനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായ എനർജി ജനിപ്പിക്കുവാനും നമുക്കും സാധിക്കണം. എൻ്റെ ഭവനത്തിലും ഇതുപോലെ കിടപ്പിലായ ഒരു വ്യക്തിയുണ്ട്, എൻ്റെ പിതാവ്. എൻ്റെ പിതാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ആരെങ്കിലുമൊക്കെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരികയും ഈ എൻമേറ്റ്സിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരിക്കുന്നവരുടെ ആളുകളുടെ കൂടെ ചെലവഴിച്ച് അവർക്ക് സന്തോഷം പകർന്നു നൽകുക എന്നുള്ളത്. ഈ സ്ഥാപനത്തിന് കണ്ടനാട് ഭദ്രാസന വൈദിക സംഘത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനം ദൈവീക അനുഗ്രഹത്തിനായി, ദേശത്തിൻ്റെ അനുഗ്രഹത്തിനായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഭദ്രാസന വൈദിക സെക്രട്ടറി എത്രയും ബഹുമാനപ്പെട്ട മണപ്പാട്ട് എൽദോസ് അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. അടുത്തതായി ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി എത്രയും പ്രിയപ്പെട്ട നരേക്കാട്ട് സാബുചേട്ടൻ ഇപ്പോൾ നമുക്കായി ആശംസകൾ നേരുന്നതാണ്. എത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അഭിവന്ദ്യ ഈവാനിയോസ് തിരുമനസ്സുകൊണ്ട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പിറവം MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് അവറുകൾ, നമ്മുടെ പരിശുദ്ധ സഭയുടെ ട്രസ്റ്റി ശ്രീ തമ്പു ജോർജ് തുകലൻ, ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി കുച്ചോറമ്പിൽ തോമസ് അച്ഛൻ, ഭദ്രാസനത്തിൻ്റെ വൈദിക സെക്രട്ടറി മണപ്പാട്ട് എൽദോസ് അച്ഛൻ, ഡോക്ടർ മാണി സാറ്, എല്ലാത്തിലും ഉപരി നമ്മുടെ സഭയുടെ നട്ടെല്ലായ ശ്രേഷ്ഠരായ വൈദികരെ, ഇന്നത്തെ ഈ അനുഗ്രഹീത സദസ്സിനു വേണ്ടി ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തുചേർന്ന നമ്മുടെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികൾ, സമാജത്തിൻ്റെ ഭാരവാഹികൾ, യൂത്ത് അസോസിയേഷൻ്റെ ഭാരവാഹികളെ, ശേഷം വന്നിരിക്കുന്ന വിശ്വാസികളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു. ഭദ്രാസന കൗൺസിൽ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ഭദ്രാസന കൗൺസിൽ കൂടുമ്പോൾ അഭിവന്ദ്യ തിരുമനസ് കൗൺസിലിൽ പറഞ്ഞു നമുക്കൊരു പാലിയേറ്റീവ് കെയർ സെൻ്റർ നടത്തണം, അത് തുടങ്ങാനുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു മനസ്സോടെ അതിന് പൂർണ്ണ പിന്തുണ പറയുകയാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും പൂർണ്ണ പിന്തുണയെല്ലാം പറഞ്ഞുവെങ്കിലും ഇന്നിവിടെ വരുമ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാടും ഇത്രമാത്രം ബുദ്ധിമുട്ടുകളും ഉള്ളതും നമ്മൾ അറിയുന്നത്. താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ആശ്വാസഭവനിലെ അംഗങ്ങൾ അവർ മേളിലത്തെ നിലയിലേക്ക് മാറ്റിക്കൊണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് താഴെ സെറ്റ് ചെയ്തു. ഈ 3 നിലകളിലായി പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന എല്ലാ ടൈലുകൾ, അതിൻ്റെ റിനോവേഷൻ വർക്കുകളെല്ലാം ഭംഗിയാക്കി. അങ്ങനെ ഒരുപാട് കൂട്ടം കാര്യങ്ങൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ കാണും. ഒരു പുതിയ കെട്ടിടം പണിയുമ്പോൾ അതിനെ പെട്ടെന്ന് പരമാവധി സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ചുരുങ്ങിയ കാലയളവിൽ എല്ലാവരുടെയും സഹകരണത്തോടെ അഭിവന്ദ്യ തിരുമനസിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിൽ ഓരോ കൗൺസിൽ കൂടുമ്പോഴും തിരുമേനി ഓരോരോ പോയിന്റുകൾ പറയും. അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്
ഇനി ഇത്രയും കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ വെൽ സ്റ്റഡീഡായിട്ട് വളരെ കൃത്യമായി അത് പഠിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് തിരുമേനിയുടെ നിർദ്ദേശാനുസരണം ഇന്ന് ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കണ്ടനാട് ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണിത്. എന്തൊക്കെയുണ്ടായാലും പ്രായമാകുമ്പോഴും അസുഖങ്ങൾ വരുമ്പോഴും നമ്മളെ കാത്ത് സംരക്ഷിക്കുവാൻ, കാത്ത് സൂക്ഷിക്കുവാൻ ഒരു ആലയം പോലെ, ഒരു കവചം പോലെ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മുടെ ഭദ്രാസനത്തിന് സ്വന്തമായി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭിമാനം നമുക്ക് ഓരോരുത്തർക്കുമാണ്. തിരുമേനി അഭിവന്ദ തിരുമനസ് ആദ്യം പറഞ്ഞതുപോലെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കടമയുണ്ട്. ഓരോ പള്ളികളിൽ നിന്നും ഈ അന്തേവാസികൾക്കുള്ള ഭക്ഷണവും അതിനുള്ള കാര്യങ്ങളും എല്ലാം കുടുംബ യൂണിറ്റ് വഴിയായിട്ടും നമ്മുടെ ഓരോ ജന്മദിനം, വിവാഹ വാർഷികം, അങ്ങനെയുള്ള ഓരോ പുതിയ സംരംഭങ്ങൾ നമ്മൾ ഓരോ വർഷവും വരുമ്പോൾ അതിനെല്ലാം നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ ചെലവുകൾ ചുരുക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ പണം കണ്ടെത്തിയാൽ നമുക്കും നാളെ ഒരു കൈത്താങ്ങാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ കൗൺസിലിലെ എല്ലാ അംഗങ്ങളും തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ഭാവുകങ്ങളും എല്ലാ നന്മയും ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി നാരേക്കാട്ട് അത്രയും ബഹുമാനപ്പെട്ട സാബു ചേട്ടനുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഈ അനുഗ്രഹീത സ്ഥാനത്ത് ഡോക്ടറായി സേവനമനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പുതുശ്ശേരിയിൽ എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ മാണി സാറിനെ ഏറെ ആദരവോടുകൂടെ ഒരാശംസ അറിയിക്കുവാൻ തക്കവണ്ണം ഹാർദവുമായി നമുക്കെല്ലാവർക്കും ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഞാനൊരു പ്രസംഗത്തിനൊന്നും തയ്യാറായിട്ടല്ല വന്നേക്കുന്നത്. പിന്നെ ഇത്രയും കറുത്ത കുപ്പായിട്ട് ഇത്ര അച്ഛന്മാരെ കണ്ടപ്പോൾ ഞാനൊന്ന് അല്പം വെപ്രാളപ്പെട്ടാണ് നിൽക്കുന്നത്. പാലിയേറ്റീവ് കെയറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, അതൊക്കെ മറന്നുപോയ ഒരവസ്ഥയിലാണ്. പാലിയേറ്റീവ് കെയറിനെ ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചു. കാരണം ഞാൻ ജനറൽ പ്രാക്ടീസിലായിരുന്നു, 10-30 വർഷം ജനറൽ പ്രാക്ടീസിലായിരുന്നു. അച്ഛനറിയാം, ഉദയംപേരൂർ കരുണ ക്ലിനിക്ക് നടത്തിയിരുന്ന അച്ഛൻ ഓർക്കുന്നുണ്ടോ? അച്ഛൻ അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ജനറൽ പ്രാക്ടീസിലുള്ള എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. ഒരു പാലിയേറ്റീവ് കെയർ എക്സ്പീരിയൻസ് അങ്ങനെ എനിക്കില്ല. അപ്പം ജോബിനച്ഛൻ വന്ന് പെട്ടെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തിരിക്കുകയാണ്, അപ്പം കൊള്ളാലോ എന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് അങ്ങോട്ട് ഏറ്റു കഴിഞ്ഞിട്ടാണ്, അച്ഛൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ പെട്ടു. ഇതത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. കാരണം പാലിയേറ്റീവ് കെയറിനെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ അത് മെഡിസിൻ്റെ പരാജയത്തിലാണ് പാലിയേറ്റീവ് കെയർ തുടങ്ങുന്നത്. മെഡിസിൻ പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് പാലിയേറ്റീവ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ എപ്പോഴും പരാതിയുമായിട്ടിരിക്കുന്ന രോഗികളായിരിക്കും. പിന്നെ വേറൊരു ഗുണമുള്ളത്, ഇവരെല്ലാം ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഉപേക്ഷിച്ചിരിക്കുന്നവരായിരിക്കും. ഉപേക്ഷിച്ചിരിക്കുന്നവരെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ അവർ ഹോസ്പീസ് എന്ന് പറഞ്ഞ സർവീസാണ്. പാലിയേറ്റീവ് കെയർ എന്ന് പറയാനൊക്കില്ല. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്കും സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അല്ലാതെ മറ്റ് പാലിയേറ്റീവ് കെയർ വീട്ടിൽ കിടക്കുന്നവരെ പോയി അങ്ങനെ കെയർ ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ല തിരുമേനി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു യൂണിറ്റ് കൂടെ ഇതിനോടൊപ്പം തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒത്തിരി പേര് വീടുകളിൽ, കാരണം അവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ
പല കാരണം കൊണ്ടും സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ മക്കളുണ്ട്. അപ്പോൾ കൊണ്ടൊന്ന് ഇവിടെ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ കുറ്റം പറയും, നാട്ടുകാരെല്ലാം കുറ്റം പറയും. അവനിങ്ങനെ അവിടെ കൊണ്ടുവന്ന് തള്ളിയേക്കാണ്, അച്ഛനെയും അമ്മയും നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് തള്ളിയേക്കാണെന്ന് പറയും. അപ്പം വീടുകളിൽ താമസിച്ചുകൊണ്ട് നമ്മൾ പോയി കെയർ കൊടുക്കുന്ന ഒരു സംവിധാനം കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ തിരുമേനിയോട് പറയുകയും ചെയ്തു. അതിനെപ്പറ്റി തിരുമേനി ആലോചിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വേണ്ടി വരുമ്പോൾ കുറച്ചുകൂടെ വിപുലമായ സജ്ജീകരണങ്ങളും വേണ്ടി വരും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കാൻ എത്ര പേര് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇവിടെ ഒത്തിരി സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വരുമായിരിക്കും, ആൾക്കാരുണ്ടാകുമായിരിക്കും. ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഈ നഴ്സിംഗ് കെയർ ആണ്. ഡോക്ടറുടെ ആവശ്യം അത്ര ഇല്ലാത്ത ഒരു മേഖലയാണ്. നഴ്സിംഗ് കെയർ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. നേഴ്സസിൻ്റെ നല്ല ഡിവോട്ടഡ് ആയിട്ടുള്ള നേഴ്സസിൻ്റെ കെയറാണ് ഇത്തരം രോഗികൾക്ക് കിട്ടേണ്ടത്. പിന്നെ ഇവർക്ക് എപ്പോഴും പരാതികളുണ്ടാവും, ഒത്തിരി പരാതികളുണ്ടാവും. അത് നമ്മൾ കേൾക്കേണ്ട വരും. അത് ഡോക്ടറെയും നഴ്സിനെയും മാത്രം ആശ്രയിക്കാതെ മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർ, പ്രത്യേകിച്ച് അച്ഛന്മാരൊക്കെ കൂടെ വന്ന് സന്ദർശിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. വരികയും ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിരിക്കും. ഞങ്ങളുടെ സേവനത്തേക്കാൾ അധികമായിട്ട് നിങ്ങൾക്ക് അവർക്ക് കെയർ കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലിയേറ്റീവ് കെയറിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എങ്ങനെ കെയർ കൊടുക്കും, ഈ ടെർമിനൽ കെയർ ആണല്ലോ, എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മരണാസന്നരായി കിടക്കുന്നവരാണ് എന്തെങ്കിലും കൊടുക്കുക. പിന്നെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിയുമ്പോൾ തല്ല് കിട്ടാതെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി നിൽക്കുക, അത്രയാണ് ഞാൻ അന്നേരം ആലോചിച്ചത്. പക്ഷേ അതിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതിനേക്കാൾ ബൃഹത്താണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ പാലിയേറ്റീവ് കെയറിനെ പറ്റി കൂടുതൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇപ്പോൾ എനിക്ക് ഈ അവസരം ശരിയല്ല. എനിക്കതിനുള്ള അത്ര അഗാധമായ നോളജ് ഇപ്പം ഇല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതിനു മുമ്പ് ഈ പ്രസ്ഥാനത്തിനും ആശംസകൾ നേർന്നോളൂ. ആശംസകൾ അറിയിച്ച ഇത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ മാണി സാറിനോടുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുകയാണ്.